അപ്പോൾ തമ്പുരാൻ പറ വേണ്ട, പനി പിടിച്ച് കിടന്ന ഇതുകൊണ്ടാ പനി പിടിച്ച് കിടന്ന പ്രീതയും പനി പിടിച്ച് കിടന്ന ഞാനും പനി പിടിക്കാതെ കിടന്ന മാളും. പക്ഷേ അവൾക്കും ഇപ്പോൾ പനി ആരംഭമായിട്ടുണ്ട്, സുഖമായിട്ടുണ്ട്, എല്ലാം കൂടെ വന്നിട്ടുണ്ട്. വീട്ടിൽ അടങ്ങി കിടക്കാൻ വയ്യാത്തതുകൊണ്ട് മല കയറാൻ വന്നിട്ടുണ്ട്. തമ്പുരാൻ പറ അതാ അളിയും പോയേക്കാണ്, ചായ വൈകും, വന്നിട്ട് അവനെയും കാണാം. അപ്പോൾ അതാ സ്റ്റെപ്പ് കയറാൻ തുടങ്ങിയിട്ടുണ്ട്. വയ്യേ എന്നും പറഞ്ഞിട്ട് സ്റ്റെപ്പ് കയറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനിയും വയ്യ കേട്ടോ. ഫുള്ള് റബ്ബറും നടുക്ക് പാറയുടെ മണ്ടയിൽ അടിപൊളി ഒരു ഗണപതിയുടെ വിഗ്രഹം. സംഭവം തെറ്റാണ് കേട്ടോ, വന്നാ വൈബാണ്. കേറ് ഓടിക്കേറ്. കയറി തുടങ്ങിയ എല്ലാരും പാതി വഴിയിൽ നിപ്പ് തുടങ്ങി, ഇരിപ്പും തുടങ്ങി. അമ്മാതിരി സ്റ്റെപ്പുണ്ട് കേട്ടാ, കിടക്കണ കണ്ട. റബ്ബറും കാടിൻ്റെ ഇടയിൽ നിന്ന് കൊതുവഴിയും കൊണ്ട് നടക്കാം, നല്ല രസമാണ്. അയ്യോ, ഓ അമ്മയും മോനും ബാക്കിൽ ബ്ലോക്കായി. അമ്പാടി എടുക്കാൻ പറ്റൂല, ഇനി വാ. ഓടി കയറി, ആവേശത്തോടു കൂടി ഓടി കയറി ഒരാളിതാ ഒക്കത്തും കയറി. അയ്യോ, വിക്രമാദിത്യനും വേതാളവും താ പോടും. അത് തന്നെ, വേതാളം കെട്ടിയിരിക്കുന്ന ചരടിന്റെ കളറായത് കമന്റ് ചെയ്യും. എന്ത് പറ്റണില്ല? അയ്യോ, വെള്ളമൊന്നുമില്ല, പതുക്കെ കയറിക്കോ. അയ്യോ, കയറി വരുന്ന വാവയുടെ അവസ്ഥ ദയനീയം. എൻ്റെ പൊന്നോ, പടി കയറുന്ന ഒരു ചടങ്ങ് തന്നെ കേട്ടോ, വയ്യാഞ്ഞിട്ടാ, അല്ലെങ്കിൽ കുഴപ്പമില്ല കയറായിരുന്നു. അയ്യോ, പനിയും ചുമയൊക്കെ ഏത് വഴിക്ക് പോയാന്തോ. ഓ, വലിയ കണ്ട. ഇത് പഴി കുറച്ചേ ഉള്ളു, പക്ഷെ നല്ല കുത്തനെയാണ് കിടക്കണത്. പടിയൊക്കെ കയറി മുകളിലെത്തിയ സംഭവം വ്യൂ പറയാതിരിക്കാൻ വയ്യ, അമ്മാതിരി വ്യൂ ആണ്. വയ്യാതിരിക്കുമ്പോൾ വരാൻ പറ്റിയ സ്ഥലം കണ്ടോ. അങ്ങനെ പടിയോടുള്ള യുദ്ധമൊക്കെ കഴിഞ്ഞ് പാറയുടെ മണ്ടയിലോട്ട് നടന്ന് എത്തി. രണ്ടെണ്ണം, ഇത് ഏറ്റവും ടോപ്പായില്ല കേട്ടാ. ഇവിടെ നിന്ന് ഇനിയും കയറാറുണ്ട്. പകുതിയിലെ വിശ്രമ കേന്ദ്രം. ഇവിടെ നിന്ന് തന്നെയുള്ള വ്യൂ ഏതാണ്. കൊള്ളാം, പോലീസാണ്. ആ, നീ ഒക്കത്തിരുന്ന് തന്നിട്ട് നിനക്ക് കാല് കഴിക്കണ കുരിപ്പേ. വേണു, ഈ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? പറയൂ. കുഴപ്പമൊന്നുമില്ല, ഭയങ്കര വലിയ പിടിയൊന്നും. നമ്മൾ ഓൾറെഡി ടയേർഡ് ആയിരുന്നു, അതുകൊണ്ടാണ്. ഒരു 100 കൂടുതലേ വരും. ഇല്ല,
ഒരു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ അടുത്ത ദിവസം സ്റ്റെപ്പുമായിട്ട് ഒരു കാലം വന്നിട്ടുണ്ട്. ഇതാ ഇത് സ്റ്റെപ്പില്ല കേട്ടാ, ഇനി നടന്നു കയറാം. മണ്ടയിലെത്തി. ഇനി വലിഞ്ഞു കയറാനേ ഉള്ളു. സൂപ്പർ. കാരണം അവരിങ്ങനെ ഓരോന്ന് നശിപ്പിച്ചാൽ മതിയല്ലോ ഇതുപോലുള്ള സ്ഥലങ്ങൾ നശിക്കാനായിട്ട്. പച്ചപ്പും ഹരിതാവേ, പാറയുടെ മണ്ടയിലും പച്ചപ്പ്. കൊള്ളാം, പൊളി സാധനം. വീട്ടിന്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണ്. ഇവിടെ ഇതുവരെ ഞാൻ വന്നിട്ടില്ല. ചേട്ടമുണ്ട് വീട് മാത്രം. ഇപ്പോൾ മഴയും കൂടെ വേണം അല്ലേ? മഴയല്ല, ഇവിടെ നിന്നൊരു വെള്ളച്ചാട്ടം കൂടെ വേണം വരുന്നല്ലേ? എവിടെ? മാവിലേക്ക് മാങ്ങയും കാണും, തേങ്ങയും കാണും. ഇവിടെ നിന്നൊരു ചെറിയ വെള്ളച്ചാട്ടം കൂടെ വേണം വരുന്നല്ലേ? മഴ വരുമ്പോൾ വെള്ളം വന്നിട്ട് എന്തൊരു കാര്യം? അല്ലാത്തപ്പോൾ വെള്ളച്ചാട്ടം വേണ്ടേ? ചെരുപ്പ് കൂടാതെ കയറി പോണതൊക്കെയാണ് കുരിപ്പ്. ചെരുപ്പടാ. അയ്യോ അയ്യോ, ഐ ലവ് യു ഓണ്ട് എഴുതി വെച്ചേക്കണണ്ട. ഐ ലവ് യൂന്ന്. പേര് ഉണ്ടല്ലേ, പേര് മാഞ്ഞു പോയി. ഐ ലവ് യു മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ എഴുതിയതാണല്ലോ, ചോക്കിട്ട് എഴുതിയ. അയ്യോ അയ്യോ, കൊള്ളാം കൊള്ളാം, പൊളി സാധനം. ഹൈ പറങ്ങാണ്ടി. വെള്ളമില്ല എന്നുള്ള പരാതി തീർന്നതാ. കുളത്തിലുണ്ട് വെള്ളം. കുളത്തിന് ആഴം ഉണ്ടാകുന്നു, കാണുമായിരിക്കും. കുളം. നീ കയറിപ്പോടാ. അടിപൊളി. പോവല്ലേ പടി, പോവല്ലേ വാ. ഇവിടെ ബാരിക്കേഡൊക്കെ മൊത്തം പൊളിഞ്ഞു നോക്കണേ. അങ്ങനെ വിടല്ല. ഞാനും എല്ലാവരും വിനയിക്കാണ്, വിനയിക്കാണ്. സെറ്റൊരു വീട് നോക്ക്. ഈ കറക്റ്റ് ഈ പാറയുടെ മണ്ടേന്നൊരു വ്യൂ. അടിപൊളിയൊരു വീട്. അടിപൊളിയില്ലേ? അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഒരു പുതിയ വീടും വരുന്നുണ്ട്. കൊള്ളാം. ആ വീടിൻ്റെ വ്യൂ കൊള്ളാം കേട്ടോ. വീടൊക്കെ വെക്കണമെങ്കിൽ ഇതുപോലെ വെക്കണം. മൊത്തത്തിൽ വ്യൂ കൊള്ളാട്ടാ. 2-3 മലകളും കുന്നുകളും മേഘ പടലങ്ങളും ഒക്കെ കാണാം. ഈവനിങ് സമയത്ത് വന്നിരിക്കാൻ പറ്റിയ സ്ഥലം. ദോ വരണം ഭീമൈ, ജിമ്മൈ, ജിം ബോഡി. മോനെ ടൺ ടൺ ടൺ.
ഇന്നലെയാ നീ അതുവഴി നോക്കോ, ഞാൻ ഇതുവഴി വരാം. കുറുക്ക് വഴി കുഴപ്പമില്ല, കയറാന്നുള്ള വഴി തന്നെ. കൊള്ളാം, ക്ഷേത്രം കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. അത് നമുക്കൊക്കെയാണ് അവധിയുടെ വിഗ്രഹം മുകളിലാണ്. ഇവിടെ നിന്ന് കാണാൻ പറ്റില്ല, മുകളിലോട്ട് കയറാൻ പറ്റും. സംഭവം മൊത്തത്തിലൊരു വൈബ്, ഈവനിങ് സമയത്ത് വൈബ് തന്നെയാണ്. വെയിലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നിന്ന് പഴുക്കാം. കൊള്ളാം. കണ്ട വെമ്പായം ജംഗ്ഷനിലോട്ട് നോക്കിയാണ് അങ്ങേരെ ഇരിപ്പ്. ഉണ്ണിച്ചേട്ടനെ വിളിക്കണം തിനി, അവിടെ അത്രയും പേര് ഇരിക്കില്ലേ, ആരെങ്കിലും കൈ പിടിച്ച് കയറി കൂടെ. അയ്യോ, ഇവിടെയൊക്കെ കമ്പി അടിച്ചിട്ടേക്കണേ ബാരിക്കേഡിന് എന്നു തോന്നുന്നു. കമ്പി അടിച്ചിട്ടേക്കണേ ഉള്ളു കേട്ടോ, പണിഞ്ഞില്ല. പക്ഷേ കയറി വന്നു കഴിഞ്ഞാൽ ഇതൊരു വല്ലാത്ത എക്സ്പീരിയൻസാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി കേട്ടോ. സ്ത്രീ കയറി ഒന്നിലും ഒരു നഷ്ടമല്ല, സെറ്റാ. ഇവിടെ നിന്ന് എവിടെന്നെങ്കിലും ഒരു പാറ ഊറ്റങ്ങാനൊക്കെ വന്നിട്ട് ഒരു ചെറിയ വെള്ളച്ചാട്ടം, ഒരുപാട് വലുതല്ല, എപ്പോഴും ഇങ്ങനെ വെള്ളം കൂടെ വന്നുകൊണ്ടിരുന്ന ഭയങ്കര രസമായിരിക്കും. പക്ഷേ ഇല്ലല്ലോ, മോട്ടർ വെച്ച് അടിച്ചാലും മതിയായിരുന്നു. ഒരു കുളമുണ്ട്, അതിൻ്റെ അകത്ത് മോട്ടർ വെച്ച് തന്നെ വെള്ളം അടിക്കുന്നു. എവിടെ വന്നാലും നമുക്ക് തിന്നാനുള്ളത് എവിടെന്നെങ്കിലും അടി ഒപ്പിച്ചോളും. അതാ തിന്നാനുള്ള ആളും വന്നു. എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല, ചായയാണ് എക്സ്പെക്ട് ചെയ്തത്, പക്ഷേ കിട്ടിയില്ല. തൊട്ടടുത്ത് ഒരു പാറയുടെ വണ്ടിയിൽ ഒരാൾ കൊണ്ടുവന്ന സാധനങ്ങൾ, ഗ്ലാസ്, കുപ്പി, ഫ്ലാസ്ക്, ഈ ബാഗിൻ്റെ അകത്ത് ഇല്ലാത്തതായിട്ടൊന്നുമില്ല. ചെരുപ്പ്, ജാക്കറ്റ് കൂടെ എടുക്കാൻ തണുത്താലാ. കിളി പറന്നൊരു തിരിക്കുന്ന ഇരിപ്പ് കണ്ട പാവം. അപ്പം ഇതൊക്കെയാണ് ഇവിടത്തെ വിശേഷങ്ങൾ. മറ്റേ ടൈറ്റാനിക്കിലെ ജാക്കും റോസും. അപ്പം ഇതൊക്കെയാണ്, കൊള്ളാം, നല്ല രസമുണ്ട്. നല്ല ഫാമിലി ആയിട്ടൊക്കെ വന്നിരുന്നാലും ലവേഴ്സൊക്കെ ആയിട്ട് വന്നിരുന്നാലും ഗണേശൻ്റെ കാണിച്ചു. ഗണേശൻ നടന്നപ്പോണ്ട് പുള്ളിയുടെ ഒരു വൈബായിട്ടൊക്കെ വന്നിരുന്നു ആസ്വദിച്ചിട്ടൊക്കെ പോകാൻ പറ്റിയ നല്ല കിടിലൊരു സ്പോട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്ക്. ബൈ ബൈ, നെക്സ്റ്റ് വീഡിയോ കാണാം. Bye.